കല്യാണം ഫേവറേറ്റ് 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 ടോപ്പിക്കാണ് എൻ്റെ. വിവാഹം ഇന്നത്തെ കാലത്ത് സ്വർഗത്തിൽ നടക്കുന്നോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. എർത്തിൽ തന്നെയാണ് വിവാഹം നടക്കുന്നത്. ഈ കല്യാണത്തിനെ പറ്റി പറയുമ്പോഴേ പണ്ട് 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 മൊത്തം ഒരു ടോപ്പിക്ക് കല്യാണമാണ് കേട്ടോ. ഇന്നത്തെ ടോപ്പിക്ക് കല്യാണമാണ്. കല്യാണത്തിലെ ചിലവുകളിനെ പറ്റിയിട്ടാണ് ഞാൻ ഒരു റീല് കണ്ടായിരുന്നത്. അതിനകത്ത് എന്താ അവർ പറയണതെന്ന് വെച്ചാൽ, വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അച്ഛനും അമ്മയും കല്യാണം കഴിച്ചപ്പോൾ ഇത്രയായിരുന്നു ചിലവ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കല്യാണത്തിൻ്റെ കാര്യം ആലോചിക്കുകയായിരുന്നേ. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അവരെങ്ങനെയായിരുന്നു വിവാഹം കഴിച്ചതെന്നൊക്കെ. അപ്പോൾ അമ്മയുടെ വിവാഹത്തിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ, അതായത് പൊന്നൊക്കെ മേടിക്കാനായിട്ട് എല്ലാവരും പൂളിങ് ചെയ്തു, ബ്രദേഴ്സ്. അങ്ങനെയൊക്കെയാണ് അമ്മ വിവാഹം കഴിച്ചപ്പോൾ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ അച്ഛൻ തന്നെത്താനാണ് കല്യാണം നടത്താനുള്ള ഫണ്ട് കണ്ടെത്തിയത്. അച്ഛൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഞങ്ങളുടെ പെരുമ്പാവൂർ രീതിയിലുള്ള ഒരു പന്തലായിരുന്നു അത്ര അമ്മ വന്നപ്പോൾ കണ്ടത്. എന്തോ ഒരു ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ടൊക്കെ ഒരു ഭംഗിയില്ലാത്തൊരു പന്തലായിരുന്നു. അതേസമയം ഞാറയ്ക്കൽ വൈപ്പിനിലൊക്കെ നല്ല ഭംഗിയുള്ള പന്തലാണെന്ന്. നല്ല രസമാണ് അവിടെ, ഇങ്ങനെ ചെക്സ് പോലെ ഇരിക്കും. അതെന്ത് സാധനമാണ് അത് എനിക്ക് അറിഞ്ഞൂടാ. അതിങ്ങനെ കൊണ്ടുവന്ന് ചാരി വെക്കും അതിൽ പോലെ. നല്ല ഭംഗിയുണ്ട്. അമ്മയുടെയൊക്കെ കല്യാണ ഫോട്ടോയിലുണ്ട് അത് ഇപ്പോഴും. ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണെന്ന് മാത്രം. പിന്നെ ഒരു ഫോട്ടോഗ്രാഫറും. അപ്പോൾ വളരെ ചിലവ് ചുരുങ്ങിയ 2-3 കാറ്. അത് കാറൊക്കെ തന്നെ വരുന്നത് ഇത്ര ദൂരം ഉള്ളതുകൊണ്ടാണ്. ഇങ്ങനെയൊക്കെയായിരുന്നു പണ്ടത്തെ വിവാഹങ്ങൾ. അത് കഴിഞ്ഞ് എൻ്റെ ആൻറ്റിയുടെ കല്യാണമൊക്കെ വരുന്ന സമയത്ത് കുറച്ചും കൂടി വിപുലമായി. ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തെ പന്തലൊക്കെ നല്ല സീമ ഡെക്കറേഷൻസ് എന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവരിങ്ങനെ വലിയ വൈറ്റ് കളറിലെ മുണ്ടുകൾ ഇങ്ങനെ കൂട്ടി തയ്ച്ചിട്ട് ആ പന്തലിൻ്റെ അടിഭാഗം മുഴുവനും ഇങ്ങനെ അലങ്കരിക്കും. പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ട് അലങ്കരിക്കും. അതൊക്കെ ഒരു രസമാണ് അല്ലേ, കാണാൻ എന്ത് ഭംഗിയാണ് ആ കല്യാണങ്ങളൊക്കെ. എൻ്റെ ഒരു കല്യാണം വന്നപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു പന്തലിട്ടിട്ട്. അപ്പോൾ പന്തൽ വിപുലീകരിച്ചു, അതിൻ്റെ ഉള്ളിൽ ഫാനായി, സീലിംഗ് ഫാനായി. പിന്നെന്തായിരുന്നു, പ്ലാസ്റ്റിക് പൂക്കൾക്ക് പകരം മുല്ലപ്പൂ വെച്ചു. അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ചെടിച്ചട്ടികൾ വെച്ചു. അങ്ങനെ കുറച്ചും കൂടി പണം ചിലവാക്കിയിട്ടുള്ള വിവാഹമായിരുന്നു. എന്നാലും ഇന്നത്തെ വിവാഹത്തിൻ്റെ അത്രയും ചിലവില്ല അന്നൊന്നും. 30 വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള വിവാഹങ്ങൾ അങ്ങനെയായിരുന്നു അല്ലേ. അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ എല്ലാവരും ഹാളിലേക്ക് മാറാൻ തുടങ്ങി. വീടുകളിൽ കല്യാണം നടത്താൻ ബുദ്ധിമുട്ടായതുകൊണ്ട്. അപ്പോൾ ഹാളിൻ്റെ വാടക വരാൻ തുടങ്ങി. ഏതൊക്കെ തന്നെ ആയാലും നമ്മൾ ആലോചിച്ചിട്ടില്ലേ, നമ്മുടെ അച്ഛനമ്മമാർക്കൊക്കെ 1 ഏക്കർ സ്ഥലവും വീടും ഒക്കെ വയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ വേണമെങ്കിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടാവും. നമ്മുടെ മക്കൾക്ക് ഇനി അത് വാങ്ങിക്കണമെങ്കിൽ എന്തുമാത്രം പണം വേണം എന്ന് ആലോചിച്ച് നോക്കും. ഇന്നത്തെ ഇതിനകത്ത് 2 കോടി മിനിമം വേണം ഒരു നല്ല ഡീസൻ്റായിട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ചിട്ടുള്ള ഒരു ഫ്ലാറ്റ് അപ്പാർട്ട്മെൻറ്റ് ചെന്നൈ, ബാംഗ്ലൂർ മുതലായ നഗരങ്ങളിൽ മേടിക്കണമെങ്കിൽ. അതുണ്ടാക്കണമെങ്കിൽ അവർ എത്ര പണിയെടുക്കണം ഈ കുട്ടികളല്ലേ. അങ്ങനെയാണ് അവർ ലോണിലേക്കൊക്കെ പോകുന്നത്. ലോൺ മേടിക്കാതെ ആരുടെയെങ്കിലും കയ്യിൽ അപ്രണ്ടായിട്ട് 2 കോടി എടുക്കാനുണ്ടാവുമോ യങ് കപ്പിളിൻ്റെ അടുത്ത്? അവരുടെ അച്ഛനും അമ്മയും സഹായിച്ചാലുണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടാവില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിരുന്ന് അന്നത്തെ കാലത്ത് എല്ലാവരും എല്ലാത്തിനും ഒരു പിടുത്തം ഉണ്ടായിരുന്നു. കൺസംഷൻ കുറവായിരുന്നു അല്ലേ. എല്ലാം എടുത്ത് വിഴുങ്ങുകയല്ല. ഇവിടെ ഇന്നത്തെ കാലത്ത് എല്ലാം വിഴുങ്ങുകയാണ്. ആഴ്ചയിൽ പോയിട്ട് പുറത്ത് പോയി ആഹാരം കഴിക്കുക, അല്ലെങ്കിൽ ഐസ്ക്രീം കഴിക്കാൻ പോവുക. വാടേ ബോറടിക്കുന്നത്, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് വെറുതെ ഫ്യൂവല് കളയുക. പെട്രോള് ബൈക്കിലാണെങ്കിലും കാറിലാണെങ്കിലും എടുത്ത് ഒന്ന് കറങ്ങിയിട്ട് വരിക. ഇതൊക്കെയാണ് ഇന്നത്തെ യുവതലമുറയുടെ രസങ്ങൾ. അപ്പോൾ പറയും, ചേച്ചി ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താ രസമുള്ളതെന്ന്. ഞാൻ വേറൊരു രസം പറഞ്ഞു നോക്കട്ടെ. നമുക്കൊന്ന് പറയുന്നതിന് കുഴപ്പമില്ലല്ലോ. നമ്മളിവിടെ പറയാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഈ ചാനൽ തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ രസങ്ങളെ വേറെ രീതിയിലൊന്ന് വിചാരിച്ച് നോക്കിയാലോ. രാവിലെ എഴുന്നേറ്റ് നടന്നു പോകാവുന്ന ദൂരത്തിൽ ഒരു പള്ളിയോ അമ്പലമോ ഇല്ലാത്ത നാടുണ്ടാവുമോ? എവിടെയായാലും ഉണ്ടാകും. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ബോറടിക്കില്ല. ശനിയാഴ്ചയും ഞായറാഴ്ചയും അതേ സമയങ്ങളിൽ നിങ്ങൾ ഉണരുന്ന അതേ 5 മണിക്ക് ഉണരുന്നവരാണെങ്കിൽ അതേ 5 മണിക്ക് എഴുന്നേറ്റ് ഏതെങ്കിലും ഒരു നല്ല അമ്പലത്തിലേക്ക് ഒന്ന് പുറപ്പെടും. കാറെടുത്ത് പോകുന്ന അമ്പലത്തിലൊന്നും പോകണ്ട. ഞങ്ങളുടെ അമ്പലമൊക്കെ ആണെങ്കിൽ അടുത്ത് തന്നെ നടക്കാനുള്ള ദൂരത്തിൽ ഇഷ്ടം പോലെ ആൾക്കാർക്ക് അങ്ങനെ അമ്പലങ്ങളുണ്ട്. അതായത് ഒരു ലൊക്കാലിറ്റിയിൽ ജീവിക്കുന്നവർക്ക് ഒരു പള്ളിയുടെ വക ഉണ്ടാകും, ഒരു അമ്പലം ഉണ്ടാകും, ഒരു മോസ്ക് ഉണ്ടാകും അല്ലേ. അപ്പം മോസ്കിലൊക്കെ സ്ത്രീകൾ പോകാത്തത് കൊണ്ട് അവർക്ക് എവിടെയെങ്കിലും പോകണം എന്നുള്ളതാണെങ്കിലും മാത്രം അവർ വേറെ എന്തെങ്കിലും ഒരു
ആക്ടിവിറ്റി കണ്ടുപിടിക്കുക. മേ ബി ദേ ക്യാൻ വിസിറ്റ് ദെയർ പേരൻസ് ഹൗസ്. നടന്നു പോകുന്ന ദൂരമാണെങ്കിൽ അവരുടെ വീട് വരെ ഒന്ന് നടന്നു പോയിട്ട് വരിക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ വീട് നടക്കാൻ ദൂരത്തിലുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ കയറി എല്ലാ ദിവസവും അവരെ ഉപദ്രവിക്കുകയൊന്നും വേണ്ട. അവിടം വരെ ഒന്ന് നടന്നു പോകുക. അവിടെ ഉണ്ടെങ്കിൽ ഹലോ കാണാൻ വന്ന് നടന്ന് പുറത്ത് നിന്ന് ഹലോ പറഞ്ഞിട്ട് വരിക. അങ്ങനെ ഒരു റൂട്ടീൻ ഉണ്ടാക്കാനാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ ബോറടിക്കും എന്ന് പറഞ്ഞില്ലേ, ആ ബോറടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പൈസ ചിലവില്ലാത്ത ഒരു കാര്യമാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ബീച്ച് അടുത്തുണ്ടെങ്കിൽ മദ്രാസിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിട്ട് ഞാൻ ബീച്ചിൽ പോകുമായിരുന്നു. 5:30 ആകുമ്പോഴേക്കും പോവും. അപ്പോൾ അവിടെ എന്തൊരു കാണേണ്ട കാഴ്ചയാണ് ആ ബീച്ച്. ആ ബീച്ചിനകത്ത് ഒരു വശത്ത് ആളുകൾ കറ്റാർവാഴ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ടാകും. പിന്നെ ഒരു വശത്ത് പാവയ്ക്ക നീര് വിൽക്കുന്നുണ്ടാകും. ഹെൽത്തി ജ്യൂസല്ലേ. ചിലരൊക്കെ അവിടെ വെച്ച് തന്നെ കുടിച്ചിട്ട് പിന്നെ ബുദ്ധിമുട്ടാകും, ബാത്റൂമിൽ പോകണം. അത് കാരണം എല്ലാവരും പിന്നെ ഒരു ചെറിയ ബോട്ടിലുമായിട്ട് വരും. ഞാനൊരു ആൻറ്റിയെ കണ്ടിട്ടുണ്ട് കേട്ടോ. ആ ആൻറ്റി എപ്പോഴും ഇല്ലേ സ്റ്റീലിൻ്റെ പാത്രത്തിൽ മേടിക്കുന്ന കണ്ടിട്ടുണ്ട്. ആൻറ്റി പറയുന്നത് എന്താണ്, ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ വാങ്ങിച്ചാൽ ഈ ജ്യൂസിൻ്റെ അതിൻ്റെ മേന്മയെ പോകുമ്പോളെ, അതുകൊണ്ട് ഞാൻ ഗ്ലാസ് ബോട്ടിൽ അല്ലെങ്കിൽ ഇത് ഒരെണ്ണം എപ്പോഴും എൻ്റെ ബാഗിലുണ്ടാകും. അതിനകത്തൊരു സ്പൂണും ഉണ്ടാകും. എല്ലാ സ്റ്റീലിൻ്റെ സാധനങ്ങൾ, നല്ല ഖനമാണ് ആൻറ്റിയുടെ ബാഗ്. അപ്പോൾ അതിൽ അവരത് മേടിച്ചുകൊണ്ട് പോകുന്ന കാണാം. അങ്ങനെ പല കാഴ്ചകളും നമുക്കവിടെ കാണാൻ സാധിക്കും. പിന്നെ അല്ലെങ്കിൽ ചീര കെട്ടുകെട്ടായിട്ട് വിൽക്കുന്നത് കാണാം. പിന്നെ എന്തായിരുന്നു അവിടുത്തെ കാഴ്ചകൾ ഞാനിങ്ങനെ ഓർക്കുകയാണ്. രാവിലെ 5:30 പോകുമ്പോൾ അരവിന്ദ് കളിക്കാനുണ്ടോ പോവുക. അരവിന്ദിന് അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ടെന്നീസ് കളിക്കണം. അങ്ങോട്ടേക്ക് പോവാം. ഞാൻ തന്നെ നടക്കും. ഇവിടെ ഞാൻ നടക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ പഴയ പരിചയക്കാരെ കാണുമ്പോൾ അവിടെ ഒന്നിരുന്ന് കുറച്ച് നേരം സംസാരിക്കും. നല്ല രസമാണ് അവിടെ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ രാവിലത്തെ നടത്തത്തിൻ്റെ കാര്യം ഓർമ്മ വരുമ്പോഴേ, എൻ്റെ കസിൻ്റെ ഹസ്ബൻഡുണ്ട്, ബാബൻ ചേട്ടൻ, ജയപ്രസാദ് എന്നാണ് പേര്. അദ്ദേഹം രാവിലെ നടക്കാൻ പോയിരുന്നു. എന്ത് പറ്റിയെന്ന് വെച്ചാൽ 45-50 വയസ്സിനുള്ളിൽ പുള്ളിക്ക് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഹാർട്ട് അറ്റാക്ക് പോലെ എന്തോ ആയി. മലർ ഹോസ്പിറ്റൽ മദ്രാസിൽ ഡോക്ടർ ബാഷി എന്ന് പറഞ്ഞിട്ട് ഒരു ഹൃദയരോഗ വിദഗ്ധനുണ്ടായിരുന്നു. ഇപ്പോഴും അദ്ദേഹം ഉണ്ട്, പ്രായമായിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറേ ഏതോ ലിംക വേൾഡ് റെക്കോർഡ്സിലൊക്കെ കയറിയ മനുഷ്യനാണ്. ഹാർട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് കയറിയ ഡോക്ടറാണ്. അപ്പോൾ ആ ഡോക്ടറാണ് ബാബൻ ചേട്ടനെ ഓപ്പറേറ്റ് ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ ബാബൻ ചേട്ടനോട് പറഞ്ഞു, ഇനി ഒരു 15 വർഷത്തേക്ക് 20 വർഷത്തേക്ക് നിങ്ങളുടെ ഹൃദയത്തിന് ഞാൻ ഗ്യാരണ്ടിയാണ്, പക്ഷേ എല്ലാ ദിവസവും നടക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് അങ്ങനെ ചില ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുത്തു. അപ്പോൾ ഈ ചേട്ടൻ അത് കഴിഞ്ഞതിന് ശേഷം ഹെൽത്തൊക്കെ ഇമ്പ്രൂവ് ആയി കഴിഞ്ഞ ശേഷം എല്ലാ ദിവസവും നടക്കാൻ പോകും. 5:30 ആകുമ്പോൾ എപ്പോഴും ആ ബെഞ്ചിൽ ഇരിക്കേണ്ടാവും. കുറേ ഫ്രണ്ട്സുമായിട്ട് എന്നെ കാണുമ്പോൾ കൈവകി കാണുകയും ഞാനങ്ങ് നടന്നു പോകും. അവരുടെ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുകയായിരിക്കും. അങ്ങനെ ഒരു ദിവസം അരവിന്ദ് കളിക്കാൻ പോണ സമയത്തായിരിക്കും ഇദ്ദേഹം അങ്ങോട്ട് നടക്കുന്നതെന്ന്. അപ്പോൾ ചില ദിവസമൊക്കെ ഞാൻ മടി പിടിച്ച് പോകില്ല കേട്ടോ. എനിക്ക് അങ്ങനത്തെ കുഴപ്പമൊക്കെ ഉണ്ട്. അരവിന്ദിന് അങ്ങനെയൊന്നുമില്ല, ഭയങ്കര ഡിസിപ്ലിൻഡാണ്, ഒരു ദിവസവും മടി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു ദിവസം അരവിന്ദ് ഇങ്ങനെ നടന്ന് പോണ സമയത്ത് ബാബൻ ചേട്ടനെ കണ്ടില്ല. ബാബൻ ചേട്ടനെ കാണാതായി കഴിഞ്ഞപ്പോൾ അരവിന്ദ് വിചാരിച്ചു എവിടെ പോയി ചേട്ടൻ എന്ന് വിചാരിച്ചു എന്ന്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അരവിന്ദ് പോയി കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ കസിൻ എന്നെ വിളിക്കുകയാണ് കേട്ടോ. ബാബൻ ചേട്ടൻ പാസ്റ്റ് അവേ. അങ്ങനെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു, എന്താ ചേട്ടൻ ഇന്നലെ ഞാൻ കണ്ടതാണല്ലോ. അപ്പോൾ എൻ്റെ കസിൻ്റെ ഹസ്ബൻഡാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ പുള്ളിക്കാരത്തിയുടെ ബ്രദറുണ്ട്, ഞങ്ങളുടെ കസിൻ തന്നെ. ആ ചേട്ടനാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെ ബാബൻ ചേട്ടൻ പാസ്റ്റ് അവേ. അപ്പോൾ ഞങ്ങൾ അരവിന്ദനും എനിക്കും ഒരുപാട് നന്ദിയുള്ള ഒരു മനുഷ്യനാണ് കേട്ടോ. ഞങ്ങൾക്ക് ജോലി വാങ്ങിച്ച് തന്നത്, അതായത് സ്പിക്ജെൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ ആദ്യമായിട്ട് അരവിന്ദ് ജോലി മേടിച്ചു കൊടുത്തത് ബാബൻ ചേട്ടനാണ്. ഞങ്ങൾ ഒരുപാട് കടപ്പെട്ടിരിക്കുന്ന മനുഷ്യനാണ്. ഞാൻ വേഗം ഇറങ്ങി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇല്ലേ, ഉറങ്ങിക്കിടക്കുന്ന രൂപത്തിൽ തന്നെ ആ ഫ്ലാറ്റിൽ അദ്ദേഹത്തിൻ്റെ ബെഡിൽ നടക്കാൻ പോകുന്ന വസ്ത്രങ്ങൾ ധരിച്ചിട്ട് ബാബൻ ചേട്ടൻ കിടക്കുന്നു. ഇതായിരുന്നു കാഴ്ച. എനിക്ക് ഒരുപാട് ഇങ്ങനെ കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ കസിൻ അസ്തപ്രജ്ഞയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അറിയില്ല പുള്ളിക്കാരത്തേക്ക് ലൈഫ് എങ്ങോട്ട് പോകണം, എങ്ങനെ പോകണം, എന്തായിരിക്കണം, ഒന്നും ഒരു ഇതുമില്ലാണ്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അവർക്ക്.
അത് പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ആ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോഴാണ് നമ്മൾ ചിലവ് ചുരുക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ. ഈ ഇവരുടെ കല്യാണമല്ലേ, ഈ ബാബൻ ചേട്ടൻ്റെയും ഈ ചേച്ചിയുടെയും കല്യാണം എനിക്ക് 6 വയസ്സുള്ളപ്പോഴാണ്. അപ്പോൾ 6 വയസ്സുള്ളപ്പോൾ ഞാറക്കലിലെ വീട്ടിൽ വലിയ പന്തലിട്ടിട്ട് ആ വീടിൻ്റെ മുകളിലും പന്തലിട്ട്, ടെറസിൻ്റെ മുകളിലും പന്തലിട്ടിട്ടായിരുന്നു ഫുഡ്. ചേച്ചിയൊക്കെ നല്ല ഭംഗിയുള്ള ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് അന്നേ കുറേ സ്വർണ്ണമൊക്കെ അണിഞ്ഞാണ് ചേച്ചി കല്യാണമൊക്കെ കഴിച്ച് മദ്രാസിലേക്ക്, ബോംബെയിലേക്കാണ് ആദ്യം. ആ ചേട്ടന് ബോംബെയിലെങ്ങാണ്ടായിരുന്നു ജോലി ആദ്യം, അല്ല ചെന്നൈയിലാണോ, അതെനിക്ക് അത്ര ഓർമ്മയില്ല, ചെറുതല്ലേ, ഒക്കെ പറഞ്ഞു കേട്ട് അറിവേ ഉള്ളൂ. അപ്പോൾ വളരെ ചെറിയ ഒരു ശമ്പളത്തിൽ ജീവിക്കുന്ന ആ രീതിയിലേക്ക് ആ ചേച്ചി വരേണ്ടി വന്നപ്പോൾ ഞെട്ടിപ്പോയി എന്നാണ് പറയണത് ആ സമയത്ത്. കാരണം എങ്ങനെ ജീവിക്കുന്നൊന്നും അറിയില്ല ഇവർക്ക്. ഇവർ ഭയങ്കര, അമ്മാവൻ പട്ടാളത്തിലായിരുന്നേ, നല്ല നിലയിൽ ജീവിച്ചുകൊണ്ടിരുന്നത്, ഭയങ്കര ഹൈ സ്റ്റൈലാണ്, നല്ല ഹിന്ദി ഫിലിം സ്റ്റാർസ് പോലെയാണ് ഈ ചേച്ചിമാരിയ്ക്കുന്നത്. ചേച്ചിയെ കാണണം എന്ത് രസമാണെന്ന് അറിയാം, രണ്ടുപേരെയും കാണാനായിട്ട്. 2 ചേച്ചിമാരും ഒരു ചേട്ടനുമാണ്. അവിടുത്തെ അമ്മയാണ് വലിയമ്മായി എന്ന് ഞാൻ പറഞ്ഞ് എപ്പോഴും മേഖല ചാദർ എനിക്ക് ഉടുക്കാൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ. എന്നെ ഫോളോ ചെയ്യണവർക്ക് ആ സ്റ്റോറിയൊക്കെ കേൾക്കുമ്പോൾ അറിയാം. ആസാമിലെ മേഖല ചാദർ ഉടുക്കാൻ പഠിപ്പിച്ചതല്ല, ഉടുക്കാൻ പ്രേരണയായത് ആ അമ്മയാണ്. അപ്പോൾ ഇവരൊക്കെ ആ ഒരു ഹൈ സ്റ്റാൻഡേർഡ് ലിവിങ്ങിൽ ഇരുന്നിട്ട് പെട്ടെന്ന് ഈ വിവാഹമൊക്കെ ഭയങ്കര പൊട്ടിപ്പൂരായിരുന്നു. 2-3 ദിവസത്തെ ഫുഡും കാര്യങ്ങളും, ഒരുപാട് ആളുകൾ ബോംബെയിൽ നിന്നും ചെന്നൈയിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഫ്ലൈ ഇൻ ചെയ്യുന്നു. 3-4 കാറുകൾ അവരെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇറ്റ് വാസ് ഭയങ്കര ഹൈ ഫണ്ടാ. ഇന്നത്തെ കല്യാണം മോടി പിടിപ്പിക്കുന്നതിനേക്കാൾ വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ്, 50 വർഷങ്ങൾക്ക് മുമ്പുള്ള വിവാഹമാണ് ഞാൻ ഈ പറയണത്. 50 കേട്ടോ, 45 കൊല്ലത്തിന് മുമ്പുള്ള ഒരു കല്യാണമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം ഞാനൊക്കെ കുഞ്ഞു മോളാണ്, ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, ഇത് എങ്ങനെയാണ് ഈ വിവാഹം. ആ മോടി പിടിപ്പിക്കലിൻ്റെ കഴിഞ്ഞിട്ട് ഈ യാഥാർത്ഥ്യത്തിലേക്ക് ഈ ചേച്ചി വന്നപ്പോഴേ അല്ലാണ്ട് ഞെട്ടിപ്പോയി എന്നാണ് ഞാൻ പറയാൻ വന്നത്. കാരണം ചുരുങ്ങി ജീവിക്കേണ്ടി വന്നു, അവർക്ക് ഒരാളുടെ ശമ്പളത്തിൽ കഴിയണം, 2 കുഞ്ഞുങ്ങളെ വളർത്തണം, വളരെ ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ഈ വിവാഹം ഇത്രയും ആർഭാടമായിട്ട് നടത്തിയത് കൊണ്ട് അവർക്കൊരു ജീവിതം പെട്ടെന്ന് അങ്ങോട്ട് ഭയങ്കര സ്റ്റൈലായിട്ട് കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു വരികയാണ് ഞാൻ. അതേപോലെ തന്നെയായിരുന്നു എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴും ഭയങ്കര ഡൂം. അതൊക്കെ കഴിഞ്ഞ് റിയാലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇല്ലേ, മൈ ഗോഡ്, ജഗ പുക, നിങ്ങൾക്കറിയാലോ എന്തൊക്കെയാണ് നടന്നതെന്ന്. അപ്പോൾ ഇന്നത്തെ കുട്ടികൾ, ഞാൻ ഈ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞു വന്നത് എന്തിനാന്ന് വെച്ചാൽ, നമുക്കൊരു നല്ല പാർട്ട്ണറെ കിട്ടിക്കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് നമ്മൾ പാർട്ട്ണറെ തന്നെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിലാണ് കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത്. ആ പയ്യന് എന്തുണ്ട്, ആ പയ്യന് നല്ല ഡിഗ്രി ഉണ്ടോ, നല്ല ക്വാളിറ്റീസ് ഉണ്ടോ, എന്തെങ്കിലും ബാഡ് ബിഹേവിയേഴ്സ് ഉണ്ടോ, എന്തെങ്കിലും ബാഡ് ഡ്രിങ്കിങ്, അങ്ങനെ ഓവറായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ടോ, ഇതെല്ലാം നമ്മൾ അന്വേഷിക്കണം. ഇതൊന്നും ഇല്ലാത്ത പക്ഷത്തിൽ നല്ല മിടുക്കനായ ഒരു പയ്യനുണ്ട് ആണ് ഉള്ളതെങ്കിൽ അവിടുത്തെ ഒരുപാട് സ്വത്ത് വകകൾ ആ വീട്ടിൽ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ആ വിവാഹത്തിന് മുൻകൈ എടുത്ത് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ദാറ്റ് മാൻ വിൽ ഹാവ് സർട്ടൻ ക്വാളിറ്റീസ് അല്ലേ, അപ്പോൾ അതിൽ നിന്ന് വ്യതിചലിക്കില്ല. അതേസമയം വീട്ടുകാരുടെ സ്വത്ത് കണ്ടുകൊണ്ട് ചെന്ന് കഴിയുമ്പോഴാണ് ഈ അമ്മായിയമ്മ പോരും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അത് അമ്മായിയമ്മയുടെ സ്വത്തല്ലേ, ആ മദർ ഇൻ ലോയുടെ ആ ഒരു സാമ്രാജ്യമല്ലേ അത്. അവിടേക്ക് നമ്മൾ കടന്നു ചെന്ന് ഇതിനും എനിക്കും വേണം ഞാൻ ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞ് ചെന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ. നിങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട്, നിങ്ങളുടെ ഹസ്ബൻഡിന് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ 2 പേരും കൂടി നിങ്ങളുടെ കുടുംബം ഉണ്ടാക്കാൻ നോക്കുക, അതായിരിക്കണം ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പക്ഷേ ഈ വിവാഹം നിശ്ചയിക്കുന്ന സമയത്തെ ഈ വീട്ടിൽ അധികം ഇല്ല, അതുകൊണ്ട് നമുക്കത് വേണ്ടാന്ന് വെക്കാമെന്ന് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ പാരൻസോ ആരെങ്കിലും പറയുകയാണെങ്കിൽ നല്ല നടുനിവർത്തി നിന്ന് ഈ ആൺകുട്ടിയും പെൺകുട്ടിയും പറയണം, വീട്ടുകാരുടെ നോക്കിയല്ല നമ്മൾ വിവാഹം കഴിക്കേണ്ടത്, വിവാഹം കഴിക്കാൻ പോകുന്ന ആ പേഴ്സണിനെ നോക്കിയിട്ടായിരിക്കണം എന്ന്. ഇത് ഞാൻ പലവട്ടം പറയാറുണ്ട്. എന്നോടൊരു കുട്ടി ഇന്ന് എനിക്ക് DM ചെയ്തു, ചേച്ചി എനിക്ക് ഒരു ഉത്തരം തരണം ഇതിന്. ഇങ്ങനെ വീട്ടുകാർ പറയുന്നു, ഇങ്ങനെ ഒരു ഗ്രാമത്തിലാണ് വീട്, അവിടെ ജോലിയൊന്നും ചെയ്യാതെ താമസിക്കണം ഇളയ മകനായതുകൊണ്ടെന്ന്. നിങ്ങൾ ഒരിക്കലും, നിങ്ങൾക്ക് ആ പയ്യനെ ഇഷ്ടമാണ്, ആ പയ്യന് പുറത്തു പോയി ജോലി ചെയ്യാനുള്ള മനസ്സുണ്ട്, ജോലിയും കിട്ടുമെന്നാണെങ്കിൽ യു ഗോ ആൻഡ് മാരി ഹിം. എന്നിട്ട് അവനെ കൺവിൻസ് ചെയ്ത് പുറത്ത് കൊണ്ടുവരണം. അവൻ അച്ഛൻ പിള്ളയാ അമ്മ പിള്ളയാ എന്ന് പറയുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ യു ഹാവ് ടു ടെൽ ഹിം, ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ താമസിക്കാൻ തയ്യാറായിട്ടല്ല വരുന്നത്, നിങ്ങളോട് ഉള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ ആ വിവാഹത്തിന് സമ്മതിക്കുന്നത്. പക്ഷേ നമുക്ക് വെളിനാടുകളിൽ പോയി ദുബായിലോ എവിടെയെങ്കിലും വന്ന് നമ്മൾ ജോലി ചെയ്ത് നമ്മൾ പണം ഉണ്ടാക്കുക തന്നെ വേണം. പണം എല്ലാത്തിനും പണം ആവശ്യമാണ്.
എൻ്റെ അടുത്ത് എനിക്ക് ഇത്രയും നീളത്തിൽ അവരോട് അതിലിരുന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നങ്ങ് വിചാരിച്ചു കേട്ടോ. അവർ കേൾക്കുന്നുണ്ടാവും. കാരണം നമുക്ക് നല്ല ഗുണങ്ങളുള്ള ഒരു പുരുഷനെ കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. അല്ലെങ്കിൽ നല്ല ഗുണങ്ങളുള്ള ഒരു പെൺകുട്ടിയെ കിട്ടുക എന്നുള്ളത് വളരെ ഭാഗ്യമുള്ള കാര്യമാണ്. ആ പെൺകുട്ടി കുറച്ച് നാൾ കഴിയുമ്പോൾ മോൾഡായി വന്നോളും. നിങ്ങളുടെ വീട്ടുകാർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, അതാണ് മുഖ്യം. നിങ്ങൾക്ക് അവൾ നല്ല ഒരു ഭാര്യയാണോ, നിങ്ങൾക്ക് അയാൾ നല്ലൊരു പുരുഷനാണോ, ഹസ്ബൻഡാണോ, ഇതായിരിക്കണം മുഖ്യത്വം കൊടുക്കേണ്ടത്. വീടുകളിലുള്ള പണം നോക്കി പോയാലുണ്ടല്ലോ, ഇപ്പം മദർ ഇൻ ലോ പോകുന്നത് ഒരു BMW കാറിലൊക്കെയാണ് പോകുന്നത്. കടയുണ്ട് എറണാകുളത്ത്, അവർക്ക് ഹോട്ടലാണ് എന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിപ്പിച്ച് കഴിയുമ്പോഴേ അവിടെയുള്ള ഏറ്റവും ഒരു ചെറിയ വണ്ടിയായിരിക്കും മകൻ യൂസ് ചെയ്യുന്നത്. സ്വിഫ്റ്റ് കാറായിരിക്കും. നിങ്ങൾ അതിനകത്തായിരിക്കും പോകുന്നത്. അല്ലെങ്കിൽ അവിടെ പച്ചക്കറി മേടിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന കാറായിരിക്കും അത്. ഡ്രൈവേഴ്സൊക്കെ ആയിരിക്കും യൂസ് ചെയ്യണേ. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഫ്രണ്ട്സിനെ കാണാൻ പോകുമ്പോൾ ആ മോൾ അത് എടുത്തിട്ട് പൊക്കോന്ന് പറയും. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങളെ പെണ്ണ് കാണാൻ വരുമ്പോൾ BMW മദർ ഇൻ ലോ വന്നു എന്ന് കരുതി നിങ്ങൾ വിവാഹത്തിന് സമ്മതിക്കരുത് കേട്ടോ. ആ പയ്യന് അവിടെ എന്താണ് റോള്, ആ പയ്യൻ അതിൽ ഒരു നല്ല ഒരു GM ആയിട്ടാണോ ജോലി ചെയ്യണത്, അല്ലെങ്കിൽ ഈസി ഗെറ്റിംഗ് എ സാലറി, ഇതെല്ലാം ചോദിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം യു ഹാവ് ടു കോൺസെൻട്രേറ്റ് ഓൺലി ഓൺ ദാറ്റ് ബോയ്. ഈ ബിസിനസ്സിൽ തന്നെയാണെങ്കിലും അദ്ദേഹത്തിന് ഒരു നിശ്ചിതമായിട്ടുള്ളൊരു വരുമാനവും നിശ്ചിതമായിട്ടുള്ളൊരു റോളും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ പുറത്ത് പോയി ജോലി ചെയ്യാൻ സമ്മതിക്കുന്ന ഫാമിലി ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് പോയി ജോലി ചെയ്യുകയും നിങ്ങളുടെ ഹസ്ബൻഡ് അതിനകത്ത് ഭാഗഭാക്കാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഡിഫൈൻ യുവർ സ്പേസ്. അല്ലെങ്കിൽ നാളെ ഇതൊക്കെ പ്രോബ്ലം ആവും. ആ പയ്യൻ, ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ക്രക്സ് എന്താണെന്ന് വെച്ചാൽ, ആരെയാണോ നിങ്ങൾ വിവാഹം ചെയ്യുന്നത് അവരുടെ ഒരു എന്താ പറയുക എഡ്യൂക്കേഷനും അവരുടെ ബാക്ക്ഗ്രൗണ്ടും അവർക്ക് ആ ഒരു ആൾക്ക് എന്താണെന്നുള്ളതാണ്. വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങളത് ഇൻഹെറിറ്റ് ചെയ്യുമായിരിക്കും. അന്ന് ഞങ്ങൾക്ക് സുഖമായിട്ട് കഴിയാൻ പറ്റുമായിരിക്കും എന്ന് കരുതി ഇന്ന് നിങ്ങൾ അവിടെ പോയി നിന്നാൽ അവിടെ നിങ്ങൾ വിചാരിച്ച പോലെ ചിലപ്പോൾ വലുതാകാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. അതേസമയം പയ്യൻ വളരെ നല്ല പയ്യനാണ്. ഇങ്ങനെ ഒരു ഫാമിലി ബിസിനസ്സാണ് റൺ ചെയ്യുന്നതെന്നുള്ളത് ഒരു കോട്ടമായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ അതിന് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യണം. ഇഫ് ദാറ്റ് ബോയ് ഈസ് സച്ച് എ നൈസ് ബോയ് അപ്പോൾ നിങ്ങളൊന്ന് കോംപ്രമൈസ് ചെയ്ത് നിങ്ങളും ആ ഫാമിലി ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ, ഏതെങ്കിലും ഒരു റീറ്റെയിലിൻ്റെ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് പതുക്കെ കണ്ടുപിടിക്കണം. ഫാദർ ഇൻ ലോയും മദർ ഇൻ ലോ ആയിട്ടൊക്കെ ഇരുന്ന് ആലോചിച്ച് നല്ല മിടുക്കിയായിരിക്കണം. MBA ഒക്കെ പഠിച്ചവരാണെങ്കിൽ, പഠിച്ചിട്ടില്ലെങ്കിൽ ഞാനത് പഠിക്കാമെന്ന് പറഞ്ഞു വേണം. എനിക്കൊരു ഫാമിലിയിൽ അറിയാം, ഒരു ലേഡി ആയുർവേദ ഹോസ്പിറ്റൽ നടത്തുന്ന ഒരു കപ്പിളിൻ്റെ മരുമകളായിട്ട് ചെന്നിട്ട് അവർ പോയി പിന്നെ ആയുർവേദത്തിന് പോയി പഠിച്ച് അത് ഹോസ്പിറ്റലിൽ നടത്തുന്നവരൊക്കെ ഉണ്ട്. അത് നന്നായി പോകുന്നിടത്തോളം കാലം അതിനകത്തേക്ക് കയറുന്നത് നല്ലതാണ്. പക്ഷേ മെയിൻ ഫോക്കസ് ഷുഡ് ബി ദിസ് ബോയുടെ എഡ്യൂക്കേഷനും ബോയുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഭംഗി എന്നല്ല, ഒരു കമ്പാറ്റബിലിറ്റി കാഴ്ചയിൽ രണ്ടുപേരും തമ്മിൽ വേണം. അതില്ലെങ്കിൽ സൗന്ദര്യമാണോ എന്ന് ചോദിച്ചാൽ സൗന്ദര്യമല്ല, പക്ഷേ ഒരുപാട് ഭംഗിയുള്ള പെൺകുട്ടികൾക്ക് ഭംഗി എന്ന് പറയുന്ന ആ ഒരു ചട്ടക്കൂടിൽ നോക്കുമ്പോൾ വളരെ ശ്രീവിദ്യ പോലെ ഇരിക്കുന്ന ആൾക്ക് നമ്മൾ അതേപോലെയൊക്കെ ചേരുന്ന പോലെ ഒരു വരൻ ആയിരിക്കണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കമ്പാറ്റബിലിറ്റി മാറ്റേഴ്സ്. കുറച്ച് സമയം വരെ ആര് എന്ത് പറഞ്ഞാലും സൗന്ദര്യമൊന്നും വലിയ കാര്യമല്ല ചേച്ചി എന്ന് പറഞ്ഞാലും ആദ്യത്തെ സമയത്ത് ഒരു കമ്പാറ്റബിൾ ലുക്ക് വേണം. അതിസുന്ദരനും അതിസുന്ദരി എന്നല്ല ഞാൻ പറയുന്നത്. അത് എല്ലാവർക്കും അത് മോൾഡായി വരികയും ചെയ്യും. കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ ഈ സൗന്ദര്യമുള്ള പെണ്ണ് വയസ്സിയാവുകയും ഭംഗിയില്ലാത്ത പുരുഷൻ നല്ല ആചാരബാഹുവായി നല്ല ബിൽട്ടൊക്കെ ആയിട്ടൊക്കെ വരണ കഥയൊക്കെ ഉണ്ട്. അതായിക്കോട്ടെ, ആദ്യത്തെ ഒരു ലുക്കിൽ ഒരു ചെറിയ കമ്പാറ്റബിലിറ്റി എങ്കിലും രണ്ടുപേരും തമ്മിൽ വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അത് കളർ, ക്രീഡ്, കാസ്റ്റ് ഒന്നും അല്ല ഞാൻ പറയുന്നത്. ഒരു കാണുമ്പോൾ ഒരു മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നുള്ളൊരു ഇതുണ്ടാവില്ലേ, അതായിരിക്കും നല്ലത്. ഒരുപാട് സൗന്ദര്യത്തിന് മുഖ്യത്വം കൊടുക്കാൻ പാടില്ല. കാരണം ഒരു ബാലൻസ്ഡ് വേ ആയിരിക്കണം നമ്മളൊരു ബന്ധം ചൂസ് ചെയ്യുമ്പോൾ, അല്ലേ? ഇതൊക്കെ മനസ്സിൽ വന്ന കാര്യങ്ങളങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. എപ്പോഴും ഇതൊന്നും പ്രാക്ടിക്കലാക്കാൻ പറ്റാത്തവരുണ്ടാകാം കേട്ടോ. പ്രാക്ടിക്കലാകാതെയും അൺലക്കി ആയിട്ടും ഇരിക്കുന്നവരുണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ളവർ ടേക്ക് ദ മാൻറ്റിൽ ഇൻ ടു യുവർ ഹാൻഡ്സ് എന്ന് ഞാൻ പറയും. അതായത് വീട്ടിൽ കുത്തിയിരിക്കാതെ ജോലിക്ക് പോകാൻ ശ്രമിക്കുക, എന്തെങ്കിലും കോഴ്സ് പഠിക്കുക, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുക. എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും അങ്ങനെ ഒരു ചെറിയ പരാജയമാണ് വന്ന് ഭവിച്ചിട്ടുള്ളതെങ്കിൽ ഇരുന്ന് കരഞ്ഞ് സമയം കളയാതെ ആരെങ്കിലും എനിക്ക് കൊണ്ട് തരും എന്ന് ആലോചിക്കാതെ യു ജസ്റ്റ് ഗെറ്റ് അപ്പ്, ഡു സംതിങ്. പഠിപ്പിക്കാൻ പോകൂ,
എൻ്റെ കസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ബാബൻ ചേട്ടൻ മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് എന്തു ചെയ്യണം എന്നറിയത്തില്ല ഇപ്പം. ബിക്കോസ് നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള പ്രായമുണ്ട് കേട്ടോ. പ്രായമായി കഴിഞ്ഞപ്പോൾ ഞാൻ മരിച്ചത് 70 വയസ്സിന് ശേഷമാണ് കേട്ടോ മരിച്ചത്. അന്ന് ഭാഷ ഡോക്ടർ 20 വർഷം ഗ്യാരണ്ടി പറഞ്ഞ് 20 വർഷം കഴിഞ്ഞപ്പോഴാണ് പുള്ളി മരിച്ചത്. ഞാൻ പറഞ്ഞ അത്രയും വർഷം ഒരു ദാമ്പത്യത്തിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സ്ത്രീകൾ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ആയിപ്പോവും. അതുകൊണ്ട് ഡെവലപ്പ് എ സൈഡ് ഹാബിറ്റ്സ്, സ്പിരിച്വാലിറ്റി ഡെവലപ്പ് ചെയ്യണം. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ സ്ത്രീകളായ നമ്മൾ ആദ്യമേ ആലോചിക്കണം. കാണുന്ന ആൾക്കാർക്ക് കാണുന്ന ആളുകളിൽ ആളുകളെ നമ്മൾ കാണുമ്പോൾ അവർ വിഷമിച്ചിരിക്കുന്ന കാണുമ്പോൾ എന്തുകൊണ്ടാണത് സംഭവിച്ചതെന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ നമുക്ക് പുറകിൽ വരുന്നവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം അല്ലേ. സോ ദാറ്റ് ദേ വിൽ നോട്ട് റിപ്പീറ്റ് ദിസ്. എല്ലാം ഗോപ്യമായിട്ട് വയ്ക്കുകയും എല്ലാം രഹസ്യമായിട്ട് വയ്ക്കുകയും അങ്ങനെയൊന്നും ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. രഹസ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫിനാൻസസ് തുറന്നു പറയുക അതൊന്നല്ല ഞാൻ പറയുന്നത്. വാട്ട് യു ഹാവ് ടു ഡു എന്നുള്ള ഒരു ഗൈഡൻസ് ചെറുപ്പക്കാർക്ക് മുതിർന്നവരായ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിൽ തെറ്റില്ല അല്ലേ. സോ ദ ടേക്ക് അവേ ഈസ് ടോക്ക് ടു പീപ്പിൾ ഓൾസോ, ടോക്ക് ടു യങ്സ്റ്റേഴ്സ്. നമ്മുടെ അനുഭവങ്ങൾ യങ് ആൾക്കാർക്ക് പകർന്നു കൊടുക്കൂ. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കൂ, വിവാഹങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ എന്താണ് ഒരു ഡിസിഷൻ എടുക്കേണ്ടതെന്ന്. അച്ഛനമ്മമാർ പറയുന്നത് മാത്രമല്ല, നിങ്ങൾക്ക് എന്താണ് വേണ്ടെന്നത് കൂടെ നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചിട്ട് വിവാഹത്തെ പറ്റി ചിന്തിക്കുക. അതുപോലെ വിവാഹ മാമാങ്കം എങ്ങനെ നടത്തണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങൾ ഒരുപാട് സ്പ്ലർജ് ചെയ്യാതിരിക്കുക. ദാറ്റ് ഈസ് വാട്ട് ഐ ആം ടെല്ലിങ്. ചില മൊമെൻറ്റ്സ് നമ്മൾ സ്പെഷ്യലാക്കി വെക്കേണ്ടതാണ്. അത് നമ്മളിൽ തന്നെ ഒതുക്കി സ്പെഷ്യലാക്കി വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. അതായത് ഒരുപാട് ആളുകൾ വിളിച്ച് നടത്തണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ നിങ്ങൾ വിളിക്കേണ്ടെന്നേ ഞാനും പറയുള്ളൂ. ചില ആളുകൾ അങ്ങനെ അവോയ്ഡ് ചെയ്യാറുണ്ട്. എന്നെ ഇഷ്ടമില്ലാത്തവരെ എന്നെ വിളിക്കൂല കല്യാണം. അതിന് ഞാനിരുന്ന് അയ്യോ എന്നെ വിളിച്ചില്ലെന്ന് കഴിഞ്ഞിട്ട് കാര്യം എന്താ? ദർ വിൽ ബി സം റീസൺ ദാറ്റ് ദേ ആർ നോട്ട് വില്ലിങ് ടു കോൾ മീ ഓർ ഇൻവൈറ്റ് മീ അല്ലേ. അതങ്ങനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്തേക്കണം, അത്രയേ ഉള്ളൂ. എന്തു പറയുന്നു? നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. കാരണം എല്ലായിടത്തും നമ്മൾ ഈ വിവാഹങ്ങളിലൂടെയാണ് ഒരുപാട് കടങ്ങൾ വന്ന് കയറുന്നത് കാണുന്നത്. അപ്പോൾ അത്രയും കടമൊന്നും ഉണ്ടാക്കാതെ വളരെ ഒരു മിതമായ രീതിയിൽ നമ്മൾ ആഘോഷങ്ങൾ ഒരുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഓൾവേസ് വെൽ ആൻഡ് ഗുഡ് ഫോർ ദ ഫ്യൂച്ചർ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ കപ്പിൾ ഓൾസോ. ചിയേഴ്സ്.